ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ്. കഴക്കൂട്ടത്ത് അതിഥി തൊഴിലാളികളുടെ 4 വയസ്സുകാരനായ മകനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. വെസ്റ്റ് ബംഗാൾ സ്വദേശിനിയായ മുന്നി ബീഗത്തിന്റെ മകൻ ഗിൽദറാണ് മരിച്ചത്. അമ്മയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കും. അഞ്ജു, ഈ സംഭവങ്ങളൊക്കെ എപ്പോഴായിരുന്നു? ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി പ്രാഥമികമായ ഘട്ടത്തിലുള്ളത്? സംഗീത, ഇന്ന് വൈകിട്ട് 5:30 കഴക്കൂട്ടത്ത് ഉള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള മുന്നി ബീഗവും അവരുടെ ബന്ധുവും ഈ 4 വയസ്സുള്ള കുഞ്ഞിനെ കയ്യിൽ കരുതി ഈ ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്നത്. ഉറങ്ങിക്കിടന്ന കുഞ്ഞ് പിന്നെ എണീറ്റില്ല എന്നായിരുന്നു ആശുപത്രിയിൽ എത്തിയപ്പോൾ ഈ അമ്മയും ബന്ധുവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ ഡോക്ടർമാർ പരിശോധന നടത്തുന്നു. പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് കഴുത്തിൽ മുറുക്കിയിട്ടുണ്ട്, ശ്വാസം മുട്ടിച്ച് കുഞ്ഞിനെ ആരോ കൊലപ്പെടുത്തിയതാണ് എന്ന നിഗമനത്തിലേക്ക് ആശുപത്രി അധികൃതർ എത്തുന്നു. അവരത് വിവരം കഴക്കൂട്ടത്തെ പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത്. കഴക്കൂട്ടം പോലീസ് ഇപ്പോൾ ഈ അമ്മയെയും ബന്ധുവിനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ അതിഥി തൊഴിലാളികളാണ്, വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്. ഇവരുടെ പിതാവ് ആലുവയിൽ ജോലി ചെയ്യുകയാണ്. അമ്മയും ബന്ധുവുമാണ് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞിനെ ഇവർ കൊലപ്പെടുത്തിയിട്ടാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ഇവർക്ക് ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കഴുത്തിൽ കൃത്യമായിട്ടുള്ള മുറിവുണ്ട്, ശ്വാസം മുട്ടിയിട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം. മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.